I'm Shiny. Welcome back to my channel, Faint Maths Classes. So, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് third chapter Trigonometric functions exercise 3.1 question number 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. So, നമ്മുടെ question ഇതാണ്. Find the degree measure of the angle subtended at the center of a circle of radius 100 cm by an arc of length 22 cm. Use pi is equal to 22/7. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു റേഡിയസ് അല്ലെ 100 സെൻറ്റിമീറ്റർ റേഡിയസും അതേപോലെ 22 സെൻറ്റിമീറ്റർ ലെങ്ത്തുമുള്ള ഒരു ആർക്ക് മൂലം സെൻറ്ററിൽ ഉണ്ടാകുന്ന ആംഗിളിൻ്റെ ആ ഒരു മെഷർമെൻ്റ് ഉണ്ടല്ലോ, അത് ഡിഗ്രിയിൽ കണ്ടെത്താനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ സർക്കിൾ. ഓക്കെ, അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 100 സെൻറ്റിമീറ്റർ എന്നാണ് നമുക്ക് ഈ സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? 100 സെൻറ്റിമീറ്റർ. ഇനി നമ്മളടുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? ആർക്ക് ലെങ്ത് 22 സെൻറ്റിമീറ്റർ ആണെന്ന്. അപ്പോൾ ഇത് നമ്മളൊരു ആർക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടം വരെ ഉള്ളത് നമ്മൾ 22 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തു. ഓക്കെ, എന്നിട്ട് ഈ ഒരു അറ്റം നമ്മുടെ ഈ സർക്കിളിൻ്റെ സെൻറ്ററിലോട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു. ആ ആംഗിളാണ് നമുക്ക് തീറ്റ എന്നവിടെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ആ ആംഗിളിന്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിളിൻ്റെ മെഷർമെൻറ്റ് ഡിഗ്രിയിൽ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തീറ്റ ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? റേഡിയനിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഡിഗ്രി മെഷറിലോട്ട് മാറ്റണം. ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ, നമ്മുടെ സർക്കിൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ, അതിൻ്റെ ആർക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 22 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ആർക്കിൻ്റെ അറ്റത്തു നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു സെൻറ്ററിലോട്ടൊരു ലൈൻ നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? റേഡിയസ് തന്നെയാണ്. അപ്പോൾ ഈ റേഡിയസും നമ്മുടെ ഈ ഒരു ആർക്ക് മൂലം സെൻറ്ററിൽ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു. ആ ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ തീറ്റ ഉള്ളത് എന്തിലാണ്? റേഡിയനിലാണ് ഉള്ളത്. അപ്പോൾ ഇത് ഡിഗ്രി മെഷറിലോട്ടാണ് മാറ്റേണ്ടുള്ളത്. മനസ്സിലായി കാണുമെന്ന് മിസ് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇത് എങ്ങനെ ചെയ്യും നമ്മൾ? അപ്പോൾ റേഡിയസ് നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഒന്ന് എടുത്ത് എഴുതാം. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ റേഡിയസ് എടുത്ത് എഴുതി 100 സെൻറ്റിമീറ്റർ. ഇനി നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? ആർക്ക് ലെങ്ത് ആണ് ഇനി നമ്മുടെ കയ്യിലുള്ളത് അല്ലേ? ആർക്ക് ലെങ്ത്, അതിന് നമുക്ക് L എന്നുള്ള ഇതിൽ റെപ്രസെൻ്റ് ചെയ്യാം. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 22 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ഈ ആർക്ക് ലെങ്തും റേഡിയസും ഈ തീറ്റനെ ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയാവോ? ലെങ്ത് ബൈ റേഡിയസ്. ലെങ്ത് ഓഫ് ദി ആർക്ക് ഡിവൈഡഡ് ബൈ നമ്മുടെ റേഡിയസ്. ഓക്കെ, ലെങ്ത് ഓഫ് ദി ആർക്ക് എത്രയാണ്? 22 ബൈ റേഡിയസ് എത്രയാണ്? 100. ഇനി നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാമല്ലോ. 2 11s are 22, 2 5s are 10, 0. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 11/50 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ തീറ്റ എന്തിലാണുള്ളത്? റേഡിയനിലാണുള്ളത്. മിസ്സിൻ്റെ പൂച്ചക്കുട്ടിയുണ്ട് ദേ. ഓക്കെ, 11/50 റേഡിയൻ. നമുക്ക് റേഡിയന് RADന്ന് ആ ഒരു ഇതിൽ റെപ്രസെൻ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതേ മുകളിൽ C ഇട്ട് കൊടുത്താൽ എന്താണ്? റേഡിയനാണ്. ഓക്കെ, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇനി നമുക്കിത് എന്തിലോട്ടാണ് മാറ്റേണ്ടുള്ളത്? നമുക്ക് ഡിഗ്രി മെഷറിനകത്തോട്ടാണ് മാറ്റേണ്ടുള്ളത്. അപ്പോൾ റേഡിയനെ ഡിഗ്രി മെഷറിലോട്ട് മാറ്റാനൊക്കെ നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 റേഡിയൻ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു പഠിച്ചിരുന്നത്? അതായത് റേഡിയൻ ഇൻറ്റു 1 റേഡിയൻ ഇസ് ഈക്വൽ ടു നമ്മുടെ റേഡിയൻ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലേ? അത് ഇൻറ്റു 180/π എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഓക്കെ, 1 ഇൻറ്റു 180/π. നമ്മുടെ പൂച്ചക്കുട്ടി സമ്മതിക്കുന്നില്ല. 1 ഇൻറ്റു 180/π ഇതാണ് നമ്മൾ ഫോർമുല പഠിച്ചിരുന്നത് അല്ലേ? അപ്പോൾ അതേപോലെ ഇപ്പം നമുക്ക് കിട്ടിയത് എത്രയാണ്? 11/50 റേഡിയൻ ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എഴുതാം 11/50 റേഡിയൻ ഇസ് ഈക്വൽ ടു 1 റേഡിയൻ ആയപ്പോൾ നമ്മൾ പറഞ്ഞു 1 ഇൻറ്റു 180/π. അപ്പോൾ 1150 റേഡിയൻ ആകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? നമ്മുടെ റേഡിയൻ ഇൻറ്റു 180/π. 180/π is equal to, ഇവിടെ പൈയുടെ വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 22/7 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം 11/50 into
എന്താണ് എഴുതേണ്ടുള്ളത്? 180/22/7 അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 11/50 ഇൻറ്റു നമ്മുടെ 180 എടുത്ത് എഴുതുക. ഓക്കെ, 180 പൈയുടെ പ്ലേസിൽ എന്ത് എഴുതുക? 22/7. ഓക്കെ, അപ്പം ഇസ് ഈക്വൽ ടു 11/50 ഇൻറ്റു 180. ഇതിന് ഇനി ഇത് ഡിവൈഡഡ് ബൈ 22/7 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഇൻറ്റു ഇടുക, ഡിവിഷൻ മാറ്റി നമ്മൾ ഇൻറ്റു ആക്കി. 22/7ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 7/22. ഈ 11ഉം ഇതും കൂടി കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. 11 2s are 22. ഇനി 2 180 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. 2 9s are 18, then 0. അപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയത്. ഇനി അതേപോലെ ഇതും കട്ട് ചെയ്യാൻ പറ്റും. അതായത് 0യും ഈ 0യും കൂടി കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 9 × 7 63 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് മാത്രമേ ഉള്ളൂ? 5. അപ്പോൾ 63/5 ഡിഗ്രി എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ നമുക്കിത് കിട്ടിയിരിക്കുന്നത് 63/5 ഡിഗ്രിയിലാണ് അല്ലേ? അതായത് ഇത് ഫ്രാക്ഷനിലാണ് വന്നിരിക്കുന്നത്. ഫ്രാക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റോപ്പ് ചെയ്യരുത്, നമ്മൾ വീണ്ടും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളതെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, മിസ്സിൻ്റെ പൂച്ചക്കുട്ടി പോകാൻ പോയത് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. ഇതാണ് കേട്ടോ എൻ്റെ പൂച്ചക്കുട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. 63. അപ്പോൾ 5 1s are 5. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഇവിടെ ബാലൻസ് 3 ഉണ്ട് അല്ലേ? ഇപ്പോൾ 13 എന്ന് കിട്ടി. then 5 2s are 10, then 3 ബാലൻസ്. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എടുത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 12, then remainder 3, then divided by നമ്മുടെ ഡിവൈസർ 5. ശരിക്കും പറഞ്ഞാൽ ഇതെന്തിലാണ് വന്നിരിക്കുന്നത്? ഇപ്പം മിക്സഡ് ഫ്രാക്ഷനിലാണ് നമുക്ക് ആൻസർ വന്നിരിക്കുന്നത് അല്ലേ? സോ അത് നമുക്ക് ഇങ്ങോട്ട് എടുത്തൊന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എഴുതാം ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ അതെടുത്ത് എഴുതാം 12 and 3/5 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, 12 എന്ന് പറയുമ്പം അത് ഫ്രാക്ഷനിലല്ല. അപ്പോൾ അത് നമ്മളെടുത്ത് എഴുതി ഡിഗ്രി. പക്ഷേ ഇത് എന്തിലാണ് കൊടുത്തിരിക്കുന്ന? ഫ്രാക്ഷനിൽ. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മിനിറ്റിനകത്തോട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഇവിടെ ഇപ്പോൾ ഫ്രാക്ഷന് മുമ്പ് നമ്മളൊരു പ്ലസ് ഇടുന്നു, എന്നിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 3/5 ഡിഗ്രി എന്നാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ ഈ 12 ഡിഗ്രി അതേപോലെ എടുത്ത് എഴുതി, ദെൻ പ്ലസ് സൈൻ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഈ 3/5 ഡിഗ്രിയിൽ കിടക്കുന്നതിനെ ഫ്രാക്ഷനിലായതുകൊണ്ട് നമ്മൾ മിനിറ്റിനകത്തോട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമുക്കറിയാം 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 60 മിനിറ്റ് ആണ്. ഈ ഒരു ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് മിനിറ്റിനെയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് ഈ 3/5 ഡിഗ്രീനെ നമുക്ക് മിനിറ്റിനകത്തോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 60 കൊണ്ട്. കണ്ടില്ലേ? ഇനി ഇതും കട്ട് ചെയ്യാൻ പറ്റും. 5 1s are 5, then 1 5 2s are 10, so 12 80. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്നത് 12 ഡിഗ്രി. ഓക്കെ, then 12 ഡിഗ്രി പ്ലസ് 12 × 3 എത്രയാണ് വരുന്നത്? 36 മിനിറ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രാക്ഷനിലൊന്നും അല്ല കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പ്ലസ് സൈൻ മാറ്റിയിട്ട് ജോയിൻ ചെയ്ത് എഴുതാം. 12 ഡിഗ്രി 36 മിനിറ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ എന്തെന്ന് പറയുന്നത്? ഡിഗ്രി മെഷറിൽ കിട്ടിയ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കിട്ടി നമ്മുടെ ആൻസർ. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പാടൊന്നുമില്ല. പിന്നെ ഇവിടെ ഫ്രാക്ഷനിൽ കിട്ടുമ്പോൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാതെ ഇതേപോലെ നമ്മൾ ചെയ്ത് ആൻസർ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ മനസ്സിലായി കാണുമെന്ന് മിസ് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.